ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് വരയ്ക്കാൻ വരുമ്പോൾ ഒന്ന് ഞങ്ങൾ നല്ല സ്മൂത്തായ സ്ഥലത്താണ്, അതായത് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വരയ്ക്കാൻ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ക്രൗഡഡ് ആയ സ്ഥലത്താണ് പോയിരിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, ഭയങ്കര ആൾക്കാർ ചോദ്യങ്ങളുണ്ടാവും. ഇപ്പോൾ രണ്ടുപേരും ഇവിടെ ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഗ്രാമത്തിലൊരു ചെറിയ സ്ഥലത്താണ്, ഗ്രാമത്തിലെന്ന് പറയാൻ പറ്റില്ല, എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ കുറേ കാട് പിടിച്ച് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അധികം ആൾക്കാർ ശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ ശല്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പുറത്തുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യണം. പക്ഷേ അത് ആ ഒരു കോൺവെർസേഷൻ കൂടുതൽ നീണ്ടു പോകാൻ നോക്കണം. കുറച്ച് അവരോടൊക്കെ റെസ്പോണ്ട് ചെയ്യണമെങ്കിലും കൂടുതൽ നീണ്ടുപോയാൽ നമുക്ക് ഇതിലുള്ള ശ്രദ്ധ പോകും. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത കയ്യിൽ പിടിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഞാൻ പെൻ സ്കെച്ച് ചെയ്തിട്ടാണ് ഇത് പഠിച്ചു തുടങ്ങിയത്. പെൻ സ്കെച്ച് ചെയ്തപ്പോൾ ആൾക്കാരുടെ ഇടയിലൊക്കെ പോയിരുന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റി, റോട്ടിലൊക്കെ പോയിരുന്ന് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെയർ ഉണ്ടല്ലേ, ഞാൻ ഇരിക്കുന്ന ഈ ചെയർ കൊണ്ടാണ് പോകുക. അത് സൈക്കിളിൻ്റെ പിന്നിൽ എപ്പോഴും ഉണ്ടാവും. എൻ്റെ സൈക്കിൾ ഞാൻ കാണിച്ചില്ലേ, ആ സൈക്കിളിൻ്റെ പിന്നിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതൊരു ശീലാക്കി മാറ്റി. ഒരു ഡ്രോയിങ് ബുക്ക്, ചെറുത് A4 ഡ്രോയിങ് ബുക്ക്, ഒരു പെൻസിൽ, അത്യാവശ്യം കാര്യങ്ങൾ, ഓഡോമസ് എപ്പോഴും പറയണം, ഓഡോമസ്, ഇതെല്ലാം കയ്യിലുണ്ടാവണം. അതൊക്കെ അത്യാവശ്യമാണ് നമ്മൾ പോണ സമയത്ത്. കാരണം ഞാൻ ഉച്ചയ്ക്കോ ഒന്നല്ല പോലെ, ഉച്ചയ്ക്കൊന്നും വലിയ കൊതുകിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഉച്ച കഴിഞ്ഞാലും രാവിലെയൊക്കെ നല്ല കൊതുകിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വീട്ടിലിരുന്ന് നമ്മളെ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വരയ്ക്കുന്ന അത്രയൊന്നും ചിത്രം നന്നാവില്ല എന്ന് ആദ്യം തന്നെ നമ്മൾ ഉറപ്പിക്കണം. എന്നിട്ടേ ഇതിനെ ഇറങ്ങിത്തിരിക്കാൻ പാടും. കാരണം നമ്മൾ പുറത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ, ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് ചൂടൊക്കെ ഫീലാവും. ഇപ്പോൾ രാവിലെ കൊണ്ട് കുറച്ച് തണുപ്പുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു സുഖമുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെ ഇതിന് ഇറങ്ങിത്തിരിക്കണം. കേടുവരാന്ത് പോവുകയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കണം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് ഇതൊരു പഠനമാണ്, അനുഭവമാണ് സത്യത്തിൽ. നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് വരയ്ക്കണതിൻ്റെ ഒരു സുഖമല്ല, അനുഭവമാണ് സത്യത്തിൽ. സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ കറക്റ്റ് ലൈറ്റ്, കറക്റ്റ് എല്ലാ സംഭവം നമ്മളെ കയ്യെത്തുന്ന സ്ഥലത്ത് ഒക്കെ ഉണ്ടാവും. പക്ഷേ പുറത്ത് വരുമ്പോൾ അങ്ങനെയല്ല, എല്ലാം ചെതറി കിടക്കും. ചെയർ കണ്ടോ, ഈ ചെയർ ഞാൻ പൂനെയിൽ നിന്ന് വാങ്ങിയതാണ്. മിലിൻ സാറ് വാങ്ങി തന്നെ എനിക്ക്, മിലിക് സാറ്. പേപ്പറും ഈ ചെയറും ഒക്കെ അദ്ദേഹം വാങ്ങി തന്നായിരുന്നു. ചിത്രപ്പട്ട ആദ്യമായിട്ട് എനിക്ക് വാങ്ങി തരുന്നത് മിലിൻ സാറാണ്. ആദ്യമായിട്ട് ഇങ്ങനത്തെ പേപ്പറിൽ വരയ്ക്കുന്ന മിലിൻ സാർ വാങ്ങി തന്നിട്ടാണ്. അപ്പോൾ ഈ ചെയറിൻ്റെ കാര്യം എന്താണെങ്കിൽ ഇതിപ്പോൾ കേടുന്ന് തുടങ്ങിയിട്ടുണ്ട്, കുറച്ചൊക്കെ ഇവിടെ കേടുന്ന് തുടങ്ങി, പിഞ്ഞി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ചെയർ സൈക്കിളിലൊക്കെ വെച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ കിട്ടും, ഇങ്ങനെ മടക്കണ 4 കോലുകൾ മാത്രമുള്ള ഒരു ചെയർ കിട്ടും. അപ്പോൾ ആ ചെയറൊക്കെ ആണെങ്കിൽ നമുക്ക് സന്തോഷമാണ്, വരയ്ക്കാൻ സൗകര്യമാണ്, ഇരിക്കാൻ സൗകര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ചെയർ വാങ്ങാം. എന്നിട്ട് നമുക്ക് സേഫായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാം. ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ബാഗ് വയ്ക്കാം, റൈറ്റ് സൈഡിൽ പെയിൻറ്റും ബ്രഷും സംഭവങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഹൈറ്റ് നമുക്ക് നോക്കാം. ഇരിക്കുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് വരയ്ക്കാം. നിന്നിട്ട് വരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പക്ഷേ നിന്ന് വരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലത്. നിന്ന് വരയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെങ്കിൽ നമ്മളെ സ്ട്രോക്കുകൾ കുറച്ചുകൂടി ബോൾഡ്നെസ് വരുന്നുള്ളതാണ്. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് നിന്ന് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. തീർച്ചയായിട്ടും വീഡിയോ കാണുക. ഔട്ട്ഡോർ പോകാൻ തീരുമാനിക്കുന്ന കുറേ പേര് ഇപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ A3 ആണ്. നിങ്ങൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും A3 വരയ്ക്കരുത്, A4 വരയ്ക്കുക. A4 സിമ്പിൾ സംഭവങ്ങൾ വരച്ചിടും. ഒരു മരം മാത്രമൊക്കെ വരയ്ക്കുക, ഒരു വീടിൻ്റെ കുറച്ച് ഭാഗം വരയ്ക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ A4 തന്നെ ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ.